എല്ലാവർക്കും സഹകാരി റൈസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോഷനെ പറ്റിയിട്ടാണ്. ജനറൽ ഇൻട്രൊഡക്ഷൻ ഓഫ് മോഷൻ. ആക്ച്വലി ഇതിൽ വരുന്നത് മോഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ആൻഡ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള മോഷൻസ് ഉണ്ട്, പ്ലെയിനിൽ നടക്കുന്ന 2D ആയിട്ടുള്ള മോഷൻസ് ഉണ്ട്. സോ അതെല്ലാം എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് മോഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് മോഷൻ അഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, നമ്മൾ മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മോഷനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെക്കാനിക്സ് എന്ന് പറയുന്നത് മോഷനെ പറ്റി പഠിക്കുന്ന സ്റ്റഡി ഓഫ് ഫിസിക്സിനെയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് എന്തായാലും തനിയെ വെറുതെ മൂവ് ചെയ്യത്തില്ല. ഇത് മൂവ് ചെയ്യണമെങ്കിൽ ഇതിൽ എന്ത് ആക്ട് ചെയ്യണം? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് റെസ്റ്റിലായിരിക്കും. റെസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ അത് മൂവ് ചെയ്യാതിരിക്കുന്ന കണ്ടീഷനിൽ ആയിരിക്കും. സോ ആ മോഷനെ പറ്റിയിട്ടും എന്തൊക്കെ ഫോഴ്സസ് ആണ് ആ മോഷനിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ട് കേസസ് ഉണ്ട്. ഫോഴ്സ് കാരണം മൂവ് ചെയ്യുന്ന കണ്ടീഷനാണ് മോഷൻ എന്ന് പറയുന്നത്, മൂവ് ചെയ്യാതിരിക്കുന്ന കണ്ടീഷനാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് വൺ, മെക്കാനിക്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? സോ നമുക്ക് പല രീതിയിലുള്ള മോഷൻസ് ഉണ്ടാവാം അല്ലേ. ഇപ്പം നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും അതിൽ പല രീതിയിലുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യാം, പല രീതിയിൽ ആ മോഷൻ നടക്കാം. സോ മെക്കാനിക്സിനെ നമ്മൾ സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിലുള്ള ഒബ്ജക്ട്സിനെ പറ്റി പഠിക്കുന്നതിനെയാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിക്സ് സ്റ്റേഷനറി ആയിട്ടിരിക്കുക, അതായത് റെസ്റ്റിലിരിക്കുക. ഓക്കെ, സ്റ്റാറ്റിക്സ് മീൻസ് എന്താ പറയുക, സ്റ്റേഷനറി ആയിട്ടിരിക്കുക. ഓക്കെ, സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മോഷൻ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മോഷനല്ല, അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെ പറ്റി പഠിക്കുന്നതാണ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാറ്റിക്സിൽ ആക്ച്വലി ബോഡി എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. ബിക്കോസ് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത് റെസ്റ്റിലാണെന്ന് പറഞ്ഞു. റെസ്റ്റിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ടേബിൾ എടുക്കുന്നു. ഓക്കെ, ഒരു ടേബിൾ, ആ ടേബിളിൽ എന്താണ്? ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബുക്ക് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇതിലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ബാലൻസ്ഡ് ഫോഴ്സാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഇതാണ്, അതായത് താഴേക്ക്, അതായത് ഗ്രാവിറ്റേഷൻ കാരണം വെയിറ്റ് ഉണ്ടായിരിക്കും. ഈ ബുക്കിന് ഗ്രാവിറ്റേഷൻ കാരണം ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും, അതിനൊരു മാസ് ഉണ്ട്. അതിലെന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനെന്തുണ്ടായിരിക്കും? ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ നമുക്കറിയാം, നമ്മൾ ന്യൂട്ടൻ്റെ 3rd ലോയിൽ പഠിച്ചിട്ടുണ്ട്, ഏതൊരു ആക്ഷനും ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സിന് ആക്ട് ചെയ്യുന്ന ഒരു ആ ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള വേറൊരു ഫോഴ്സ് ആയിരിക്കും, പക്ഷെ അത് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവിടെ അതെന്ന് പറയുന്നത് ഈ നോർമൽ റിയാക്ഷൻ ഓഫ് ടേബിളാണ്. ഓക്കെ, ഈ വെയിറ്റ് കാരണം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും, അത് നോർമൽ റിയാക്ഷൻ ഓഫ് ടേബിൾ അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ഫോഴ്സസ് വരുമ്പോഴത്തേനും ഇത് രണ്ടും എന്ത് ചെയ്തു പോവും? ക്യാൻസൽ ഔട്ട് ആവും. ആൻഡ് ഇൻ ടേൺ എന്ത് സംഭവിക്കും? ആ ബുക്ക് റെസ്റ്റിൽ തന്നെ തുടരും. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഒരാൾ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. സോ ഇയാൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇയാൾക്കൊരു വെയിറ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ വെയിറ്റ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മീൻസ് പല രീതിയിൽ, അതായത് മുകളിലേക്കും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, താഴേക്കും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സസും കൂടി ബാലൻസ്ഡ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അത് റെസ്റ്റിൽ തന്നെ തുടരുന്നത്. ആ ഫോഴ്സ് അൺബാലൻസ്ഡ് ആകുമ്പോഴാണ് നമുക്ക് ആ റെസ്റ്റ് പൊസിഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, താഴേക്കും ഒരു ഫോഴ്സ് ഉണ്ട്, മുകളിലേക്കും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സസും ഈക്വലാണ്. പുറത്തും നമ്മൾ ഒരാളെ വന്ന് തള്ളുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു അൺബാലൻസിങ് ഫോഴ്സ് വരുന്നു. സോ എന്ത് സംഭവിക്കുന്നു? നമ്മൾ മൂവ് ചെയ്യുന്നു. ഇത്രയാണ് ഇൻ ടേൺ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി
ടൈം ഫാക്ടർ ഡസ് നോട്ട് പ്ലേ എനി റോൾ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ബുക്കിൻ്റെ കേസ് നോക്കിയാലും എത്ര ടൈം കഴിഞ്ഞാലും അത് റെസ്റ്റ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, നമ്മളൊരു മോഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു കാർ ഇപ്പോൾ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. സോ മോഷൻ്റെ കേസിൽ മാത്രമാണ് ടൈം ഒരു ഫാക്ടറായിട്ട് വരുന്നത്, റെസ്റ്റിൻ്റെ കേസിൽ ടൈം ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല. ഓക്കെ, എക്സാമ്പിൾസ്: ഒരു ബുക്ക് ലൈയിങ് ഓൺ എ ടേബിൾ, എ പേഴ്സൺ സിറ്റിംഗ് ഓൺ എ ചെയർ, പിന്നെ ബിൽഡിംഗ് സ്റ്റാൻഡിങ് സ്റ്റേഷനറി. അതായത് സ്റ്റേഷനറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് തന്നെയാണ്, സ്റ്റാറ്റിക്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണ് എക്സാമ്പിൾ: ബുക്ക് ലൈയിങ് ഓൺ എ ടേബിൾ ആൻഡ് എ പേഴ്സൺ സിറ്റിംഗ് ഓൺ എ ചെയർ. ഇതെല്ലാം സ്റ്റാറ്റിക്സ് കണ്ടീഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൈനമാറ്റിക്സ് ആണ്. ഓക്കെ, കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേനും ആക്ച്വലി മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ പറ്റി പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് മൂവ് ചെയ്യുന്നു, എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ആക്ച്വലി വരുന്നത് നമ്മുടെ പൊസിഷൻ. അതായത് ഇപ്പം ഞാനൊരു ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഈ കാറ് ഇപ്പോൾ ഇവിടെയാണുള്ളത്, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ആ കാർ ഇവിടെയാണുള്ളത്. ഓക്കെ, സോ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ എന്നുള്ളതാണ് പഠിക്കുന്നത്. സോ എവിടെയാണ് അതിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വന്നോ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. 2, വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടേംസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നിലോട്ട് നോക്കും. ഇതിപ്പോൾ ജസ്റ്റ് പറയാണ്, വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം സ്പീഡ് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ജനറലി ഒരു ബേസിക് ഐഡിയയിൽ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് ചേഞ്ച് എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഇപ്പോൾ ഈ കാറ് ഫോർ എക്സാമ്പിൾ ഒരു സെക്കൻഡിൽ 5 മീറ്ററാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. സോ 5 മീറ്റർ പെർ സെക്കൻഡാണ് ഇത് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 10 മീറ്റർ പെർ സെക്കൻഡായി. ഓക്കെ, അതിനർത്ഥം അതിൻ്റെ മോഷനിൽ എന്ത് വന്നു, വ്യത്യാസം വന്നു. സോ പൊസിഷൻ ആൻഡ് വെലോസിറ്റി. പിന്നെ വരുന്ന ആക്സിലറേഷനും ഈ സെയിം കേസ് തന്നെയാണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആ ഒരു ഫുൾ മോഷനിൽ എന്തോരം ചേഞ്ചസ് അതിൻ്റെ മോഷനിൽ വരുന്നു. ഓക്കെ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് പൊസിഷനെ ഡിപ്പെൻഡൻ്റ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ആക്ച്വലി ഇത് മൊത്തം എത്ര ഡിസ്റ്റൻസ് എന്നുള്ളതല്ല, ആക്ച്വലി എത്രമാത്രം അത് കവറപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, നൗ ടൈമും ഒരു ഫാക്ടറാണ്. അത് എത്ര സമയം, അല്ലെങ്കിൽ എത്ര സമയത്തിൽ എവിടം വരെ എത്തി. ഓക്കെ, ഈ സമയത്തിൽ ഇവിടം വരെ എത്തി. സോ അടുത്ത മീൻസ് നെക്സ്റ്റ് ഒരു ടൈമിൽ ഇതുവരെ എത്താം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് കൈനമാറ്റിക്സിൽ വരുന്നത്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. ഓക്കെ, നൗ ഇവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, ടൈമിൻ്റെ ഫാക്ടർ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു കാർ റോഡിൽ കൂടി മൂവ് ചെയ്യുന്നു. ആദ്യം അതൊരു സ്ലോയിലാണ് പോയിക്കൊണ്ടിരുന്നത്, പിന്നെ അത് ഫാസ്റ്റായി, പിന്നെ അത് സ്ലോ ആയി, മനസ്സിലായില്ലേ? സോ അങ്ങനത്തെ വേരിയേഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ മോഷനിലും അതിനനുസരിച്ചുള്ള വ്യത്യാസം വരുന്നു. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ആക്സിലറേഷൻ, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, എല്ലാത്തിലും ആ ഒരു കാർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, വ്യത്യാസം വരാത്ത കേസും ഉണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന കേസും ഉണ്ട്. പിന്നെ ഒരു ഫോളിംഗ് ബോൾ, ഒരു ബോള് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു, ഇതും എന്ത് തന്നെയാണ്, മോഷനാണ്. പിന്നെ മോഷൻ ഓഫ് എ ട്രെയിൻ, ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നത്, ഇതെല്ലാം ജനറൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നൗ ഡൈനാമിക്സ്, ഇത് മൂന്നാമത്തെ കാറ്റഗറിയാണ്. ഓക്കെ, തേർഡ് കാറ്റഗറിയാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിപ്പോൾ മൂവ് ചെയ്തു. നമ്മൾ കൈനമാറ്റിക്സിൽ എന്താ പറഞ്ഞത്, കൈനമാറ്റിക്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞത് കൈനമാറ്റിക്സിൽ നമ്മൾ പറഞ്ഞത് മോഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്, പക്ഷെ നമ്മൾ അതിൻ്റെ കോസ് പഠിക്കുന്നില്ല. ഓക്കെ, നമ്മളതിൻ്റെ കോസ് അഡ്രസ്സ് ചെയ്യുന്നില്ല. കൈനമാറ്റിക്സിൽ ജസ്റ്റ് നമ്മൾ ആക്സിലറേഷൻ എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, ടൈം എത്ര ടൈമിലാണ് ഇത് അവിടെ എത്തിയത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ബട്ട് ഡൈനാമിക്സിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ കോസ് കൂടി പഠിക്കും. അതായത് എന്തുകൊണ്ടുണ്ടായി, എന്തൊക്കെ ഫോഴ്സസ് ആണ് അവിടെ ആക്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മേ ബി എനിക്ക് തോന്നുന്നു ഞാൻ കൈനമാറ്റിക്സിൽ കോസസ് അഫക്റ്റഡ് ആകുമെന്ന് പറഞ്ഞു തോന്നുന്നു. അങ്ങനെയല്ല, കൈനമാറ്റിക്സിൽ ജസ്റ്റ് ആ മോഷൻ മാത്രമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. പക്ഷേ ഡൈനാമിക്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താണ് കോസ്, അല്ലെങ്കിൽ എന്തൊക്കെ കോസസ് ആണ് കാരണമാണ് അതിൽ ഇത് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാറ് മൂവ് ചെയ്യുന്നു, ഇതിലെന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണും. ദെൻ ഇത് മൂവ് ചെയ്യുമ്പോൾ മീൻസ് റോഡുമായിട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് കാണും.
ഇതിൻ്റെ അകത്തിരിക്കുന്ന പേഴ്സൺ കൊടുക്കുന്ന ഒരു ഫോഴ്സ് കാണും. ഓക്കെ, സോ എന്തൊക്കെ ഫോഴ്സസ് കാരണമാണ് ഈ കാർ മൂവ് ചെയ്യുന്നത്? ഓക്കെ, ആ റീസൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈനാമിക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, സോ ഡൈനാമിക്സിൽ നമ്മൾ ഫോഴ്സും വരും മോഷനും വരും. ടൈം ഫാക്ടറും ഇതിലും ഇൻവോൾവ് ആണ്. അത് ഒബ്വിയസ്ലി ടൈം ഫാക്ടർ ഇൻവോൾവ് ആകും, കാരണം നമ്മൾ മോഷൻ സ്റ്റഡി ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ്, ഫുട്ബോൾ ബീങ് കിക്ഡ്. നമ്മൾ ഫുട്ബോൾ കിക്ക് ചെയ്ത് കളയുന്ന സമയത്ത് ആ ബോളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? ആ ആൾ കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, വേറെ എന്തൊക്കെ ഫോഴ്സസ് ആണ് അതിൽ ആക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ റോക്കറ്റ് ലോഞ്ചിൻ്റെ സമയത്തും പല ടൈപ്പ് ഓഫ് ഫോഴ്സസ് കാരണമാണ് ആ ഒരു മോഷൻ നടക്കുന്നത്. സോ ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഡൈനാമിക്സിലാണ്. സോ 3 ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ആണുള്ളത്: സ്റ്റാറ്റിക്സ്, കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സിൽ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്ട്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഡൈനാമിക്സിൽ മോഷനിലുള്ള ഒബ്ജക്ട്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. പക്ഷേ കോസ് നമ്മൾ പഠിക്കുന്നില്ല. ഡൈനാമിക്സിൽ നമ്മൾ കോസും മോഷനും പഠിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ബൈസൈക്കിൾ ആക്സിലറേറ്റിംഗ് വെൻ പെഡൽഡ്. സോ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് സൈക്കിൾ ചവിട്ടുന്നു. അപ്പോൾ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് എന്തുകൊണ്ട് ആ സൈക്കിൾ അങ്ങനെ തന്നെ പോകുന്നു, എന്തുകൊണ്ട് അത് വന്ന് വീഴുന്നില്ല? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട്. താഴേക്കൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളതിൽ പഠിക്കുന്നത്. ഓക്കെ, നൗ ഓക്കെ, ഇത് റോക്കറ്റിൻ്റെ കേസാണ്. റോക്കറ്റിൻ്റെ കേസിലാണെങ്കിൽ താഴേക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ഒരു ത്രസ്റ്റും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 2 ഫോഴ്സസ് കാരണമാണ് അതെന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, ഡൈനാമിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ എന്താണെന്നുള്ളതാണ്. അതായത് സ്പീഡിൻ്റെ ഇൻക്രീസിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇത് ജസ്റ്റ് ഒരു മോഷൻ കാണിച്ചിരിക്കുന്നതാണ്. അതായത് ഒരാൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ മാറും? അയാളുടെ പൊസിഷൻ മാറുന്നുണ്ട്. ഫസ്റ്റ് അയാൾ ഇവിടെ ആയിരുന്നു, ലാസ്റ്റ് ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ അയാൾ ഇവിടെയാണുള്ളത്. ആൻഡ് അയാളുടെ സ്പീഡ്, അതായത് അയാൾ ചവിട്ടുന്നതിൻ്റെ സ്പീഡ് മാറുന്നതിനനുസരിച്ച് അയാളുടെ വെലോസിറ്റി മാറും. വെലോസിറ്റി മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അയാൾക്ക് ആക്സിലറേഷൻ ഉണ്ടാകുന്നു. അതായത് അയാൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ റെസ്റ്റ്. നമുക്ക് റെസ്റ്റിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റെസ്റ്റ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ മോഷൻ എന്ന് പറയുന്നതിനെ പറ്റി പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ റെസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. റെസ്റ്റ് മീൻസ്, റെസ്റ്റ് കണ്ടീഷൻ എന്താണ്? നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്സ്. എത്ര ടൈം പാസ് ചെയ്താലും നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ്, നമ്മൾ മൂവ് ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ റെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബുക്ക് ടേബിളിൽ ഇരിക്കുന്നത്, ഒരു പേഴ്സൺ ചെയറിലിരിക്കുന്നത്, ഒരു കാറ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്, അത് ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അത് മൂവ് ചെയ്യുന്നില്ല. സോ നമ്മളത് എന്തിലാണെന്ന് പറയും? നമ്മളത് റെസ്റ്റിലാണെന്ന് പറയും. ഓക്കെ, നൗ ഇതിൻ്റെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മോഷനെ പറ്റിയും അതിന് ഉണ്ടാക്കുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നതാണ്. സ്റ്റാറ്റിക്സ് റെസ്റ്റിലുള്ള ബോഡീസിനെ പറ്റി പഠിക്കുന്നതാണ്. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേനും ഫോഴ്സസിനെ പറ്റി പഠിക്കാതെ ജസ്റ്റ് നമ്മൾ മോഷനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതാണ്. ഡൈനാമിക്സ് എന്ന് പറയുന്നത് 2നെ പറ്റിയും പഠിക്കും, മോഷനെ പറ്റിയിട്ടും അതിൽ എന്തൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു എന്നും പഠിക്കും. ആൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത് പൊസിഷനിൽ ചേഞ്ച് ഇല്ലാത്തതിനെയാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. എവിടെയാണോ ആദ്യം ഉണ്ടായിരുന്നത്, സമയം പോകുന്നതിനനുസരിച്ച് അവിടെ തന്നെയായിരിക്കും ആ പാർട്ടിക്കിൾ ഉള്ളത്. ഓക്കെ, നൗ നെക്സ്റ്റ് ടോപ്പിക്, മോഷൻ. എന്താണ് മോഷൻ? മോഷൻ അപ്പോൾ എന്തായിരിക്കും? ജസ്റ്റ് റിവേഴ്സ് ഓഫ് റെസ്റ്റ് ആയിരിക്കും. അതായത് സമയം പോകുന്നതിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, അതായത് അതിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇയാൾ ഇവിടെയാണുള്ളത്, t=0, സമയം 0 സെക്കൻഡ്സ് ആയിരുന്ന സമയത്ത് ഇയാൾ ഇവിടെയാണുള്ളത്. ഞാൻ 5 സെക്കൻഡ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ആൾ ഇവിടെയാണുള്ളത്. അതിനർത്ഥം അയാൾ മൂവ് ചെയ്തു, അതായത് അയാൾക്ക് മോഷൻ ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ നമുക്ക് പൊസിഷൻ ചേഞ്ച്, അതായത് ടൈമിനനുസരിച്ചുള്ള പൊസിഷനിൽ വരുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാം? മോഷൻ എക്സ്പ്രസ് ചെയ്യാം. നമ്മളിൽ തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ മോഷനെ എന്ത് ചെയ്യാം? എക്സാമ്പിൾസ് കൊടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, റെയിൽ ട്രാക്കിൽ കൂടി ട്രെയിൻ പോകുന്നത്, നമ്മുടെ ബസ് റോഡിൽ കൂടി പോകുന്നത്, നമ്മൾ തന്നെ നടന്നു പോകുന്നത്, പിന്നെ ഇൻസെക്ട്സ് ക്രോൾ ചെയ്യുന്നത്, ഇതെല്ലാം മോഷനാണ്. വാട്ടർ ഫ്ലോയിങ് ഫ്രം എ ഡാമിൽ വെള്ളം ഒഴുകുന്നത്, സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത്, ഇതെല്ലാം മോഷനാണ്. ഓക്കെ, നൗ ടൈപ്സ് ഓഫ് മോഷൻ. ഇതിലേക്കാണ് നമ്മൾ ഡീപ്പറായിട്ട് പോകുന്നത്. ഇനിയാണ് നമ്മൾ കുറച്ചുകൂടി ഡീപ്പറായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ പോകുന്നത്. സോ ടൈപ്സ് ഓഫ് മോഷൻ എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് മോഷനാണ് ഉള്ളത്? ഓക്കെ, സോ എങ്ങനെയായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നടക്കാം. സോ
എന്താണ് അതിൻ്റെ പാത്ത് എന്നുള്ളതിനനുസരിച്ച്. ഓക്കെ, അതായത് ഏത് പാത്താണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള മോഷനുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ റോഡിൽ കൂടി നടന്നു പോകുന്നു, ഞാൻ റോഡിൽ കൂടി സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു പോകുന്നു. അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് എൻ്റെ മോഷൻ ഉള്ളത്. സോ അത് സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. പക്ഷേ ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു എന്താ പറയുന്നത് ഒരു ജനറലായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻസെക്റ്റ്, ഓക്കെ, ഇൻസെക്റ്റ് മൂവ് ചെയ്യുന്നു, അതായത് ഇൻസെക്റ്റ് ജസ്റ്റ് പറക്കുന്നു. അതെന്താണ്? 3D മോഷനാണ്. അതായത് മീൻസ് അത് എവിടെ വേണമെങ്കിലും പോവാം. അതായത് എക്സ് ആക്സിസിലും പോവാം, വൈ ആക്സിസിലും പോവാം, ഇസഡ് ആക്സിസിലും പോവാം. ഓക്കെ, സോ അങ്ങനെ അതിൻ്റെ പാത്ത് വെച്ചിട്ട് നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളതിനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ റെക്റ്റിലീനിയർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഞാൻ ആദ്യം പറഞ്ഞത്, അതായത് നേരെ പോകുന്ന മോഷൻ, അതായത് ഒരു ഡയറക്ഷൻ. വേണമെങ്കിൽ നമുക്കിതിനെ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയും. ഓക്കെ, മോഷൻ ഇൻ 1 ഡയമെൻഷൻ, ഒരു ഡയമെൻഷനിൽ, അതായത് ഒരു ആക്സിസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്റ്റിലീനിയർ മോഷൻ അല്ലെങ്കിൽ 1D മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ചരിവുള്ളത്, അറ്റ് ആൻ ആംഗിൾ തീറ്റ ചരിവുള്ളതിനെയാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. സോ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടി ഒരു ബ്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ഡയറക്ഷനിലോട്ട് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. സോ ആ മോഷനെ നമ്മൾ എന്ത് പറയും, 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയും. ഓക്കെ, നൗ കാർ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടി ഒരു കാർ മൂവ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ എന്ത് പറയുന്നു, റെക്റ്റിലീനിയർ മോഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഫോളിങ് സ്റ്റോൺ, ഒരു സ്റ്റോൺ ഫോളോ ചെയ്യുന്നു, ഒരു ഡയറക്ഷനിലാണ് അത് വന്ന് വീഴുന്നത്. സോ അതും എന്താണ്, 1D മോഷൻ. സോ ഇതിൽ നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, 1 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് സർക്കുലാർ മോഷൻ. പേര് പോലെ തന്നെ എന്തായിരിക്കും, സർക്കിൾ പാത്ത് ഫോളോ ചെയ്യുന്ന മോഷൻ ആയിരിക്കും സർക്കുലാർ മോഷൻ. അതായത് സർക്കുലാർ പാത്തായിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. എക്സാമ്പിൾ, നമ്മളൊരു സ്റ്റോൺ ടൈ ചെയ്തിട്ട് ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് നമ്മൾ അറ്റത്തൊരു കല്ല് കെട്ടിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ചുറ്റുമ്പോൾ അതൊരു സർക്കുലാർ മോഷനാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നത്, എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്നത്, ഇതെല്ലാം എന്താണ്, സർക്കുലാർ മോഷനാണ്. നൗ നെക്സ്റ്റ് വൺ ഓസിലേറ്ററി മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഫിക്സഡ് പോയിന്റിന് എബൌട്ടായിട്ട്, ഓക്കെ, ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടായിരിക്കും. ഈ ഫിക്സഡ് പോയിന്റ് എബൌട്ടായിട്ട് ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. സോ നമ്മൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരാൾ ഒരു കുട്ടിയെ ഊഞ്ഞാലാട്ടുന്ന സമയത്ത് ആ കുട്ടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോവുകയാണ്. അതായത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻസിൻ്റെ ഇടയിൽ അത് എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ്. ഇങ്ങനെയുള്ള മോഷൻസിനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സിമ്പിൾ പെൻഡുലം. അത് ഞാൻ ഫസ്റ്റ് വരച്ച് കാണിച്ചത്. പിന്നെ അല്ലാതെ നമ്മൾ സ്വിങ്, ഊഞ്ഞാൽ ഒരു എക്സാമ്പിളാണ്. നമ്മൾ ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെയാണ് അത് ഉള്ളത്. ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നതും ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽഡ്, അത് മീൻസ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ്. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പാത്ത് ഫോളോഡ്, അതായത് ഏത് പാത്താണ് ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി നമ്മൾ പറഞ്ഞ ഡയമെൻഷൻ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ കേസാണ് ഡയമെൻഷൻ. സോ എത്ര കോർഡിനേറ്റ്സ് ആണ് ആ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. സോ 1D മോഷൻ എന്ന് പറയുന്നത് റെക്റ്റിലീനിയർ മോഷനാണ്, റെക്റ്റിലീനിയർ മോഷൻ. ഓക്കെ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഓക്കെ, 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ പ്ലെയിനിലുള്ള മോഷനാണ്, പ്ലനാർ മോഷനാണ്. അതൊരു പർട്ടിക്കുലർ പ്ലെയിനിൽ നടക്കുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ദെൻ 3 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, അത് 3 കോർഡിനേറ്റ്സും വേണം, എക്സ് വൈ ഇസഡ് 3ഉം വേണം. 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു കോർഡിനേറ്റ് മതി. അതായത് ഇപ്പോൾ എക്സ് ആണ്, ഇപ്പോൾ എക്സ് ആക്സിസ് മാത്രം മതി. ഓക്കെ, എക്സ് ആക്സിസ് ആണെങ്കിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസിന് അലോങ് ആണെങ്കിൽ വൈ ആക്സിസ്, ഇസഡിന് അലോങ് ആണെങ്കിൽ ഇസഡ്. ഓക്കെ, അതിൽ
സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ഒരൊറ്റ ഡയറക്ഷനിലായിരിക്കും മൂവ്മെൻറ്റ് നടക്കുന്നത്. നമ്മൾ ഡയറക്ഷൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈൻ വെച്ചിട്ടായിരിക്കും പറയുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്നു, ഇത് ഒറിജിൻ, ഇതാണ് എക്സ് ആക്സിസ് എങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസിലുള്ളതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവ് എക്സ് ആക്സിസിലുള്ളതിനെ നെഗറ്റീവായിട്ടും പറയും. ഓക്കെ, അങ്ങോട്ടേക്ക് ഒറിജിൻ്റെ അപ്പുറത്തേക്ക് പോസിറ്റീവും ഒറിജിൻ്റെ ഇപ്പുറത്തേക്ക് നെഗറ്റീവും, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ എക്സാമ്പിൾസ് ജനറലി ഒരു ബോയ് ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടി പോകുന്നത്, അപ്പോൾ ഒരൊറ്റ ഇത് മതി, അതായത് എലോങ് എക്സ് ആക്സിസ് ആണ് അത് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എലോങ് വൈ ആക്സിസ് ആണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു കോർഡിനേറ്റ് മാത്രം മതി. ഇനി സ്ട്രെയിറ്റ് ട്രാക്കിൽ മൂവ് ചെയ്യുന്ന ഒരു ട്രെയിന് എലവേറ്റർ മോഷൻ, അതായത് എലവേറ്ററിൻ്റെ മോഷൻ, നമ്മൾ മുകളിലേക്ക് പോകുന്ന എലവേറ്ററിൻ്റെ മോഷൻ. ഓക്കെ, നെക്സ്റ്റ് 2 ഡയമെൻഷണൽ മോഷൻ, അതൊരു പ്ലനാർ മോഷനാണ്, 2 കോർഡിനേറ്റ്സ് വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിലപ്പോൾ എക്സും വൈയും വേണം, അല്ലെങ്കിൽ വൈയും ഇസഡും വേണം, അല്ലെങ്കിൽ എക്സും ഇസഡും വേണം. ഓക്കെ, അതായത് ഒരു പ്ലെയിനിലായിരിക്കും നടക്കുന്നത്, എക്സും വൈയും ഇങ്ങോട്ടേക്കും പോകാം ഇങ്ങോട്ടേക്കും പോകാം. ഓക്കെ, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ പ്ലെയിനിലാണത് നടക്കുന്നത്. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് മോഷനിൽ നമുക്ക് എന്താണ്, ഒബ്ജക്റ്റ് പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മളതിനെ പ്ലനാർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സും വൈയും കോർഡിനേറ്റ്സ് നമുക്കതിന് വേണ്ടി വേണം. എക്സാമ്പിൾ വന്നിട്ട് സാറ്റലൈറ്റ് എന്ന് പറയുമ്പോഴത്തേനും 2 ഡയമെൻഷണൽ മോഷനാണ്, അതായത് 2 കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സാറ്റലൈറ്റിൻ്റെ മോഷൻ എന്ത് ചെയ്യാൻ പറ്റൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊജക്റ്റൈൽ മോഷൻ, അതായത് ഒരു ബോളിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് എറിയുന്ന സമയത്ത് ഇങ്ങനൊരു മീൻസ് ഇതിനെയാണ് നമ്മൾ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ആ ബോൾ ചെന്ന് അപ്പുറത്ത് വീഴുന്നത്. സോ ഇത് 2 ഡയറക്ഷനിലും എന്തുണ്ട്, അതിന് കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, 2 ഡയറക്ഷനും അതിനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ 2 ഡയമെൻഷനിലാണ് അതെന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. പിന്നെ റിവറിൽ ബോട്ട് മൂവ് ചെയ്യുന്നത് അതും 2 ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഒരു ബോളിനെ കിക്ക് ഓഫ് ചെയ്യുന്നു. ഓക്കെ, കിക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിൽ എന്തുണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ 3 ഡയമെൻഷണൽ മോഷൻ. 3 ഡയമെൻഷണൽ മോഷൻ എന്തായിരിക്കും, 3 കോർഡിനേറ്റ്സും വേണം, എക്സ് വൈ ഇസഡ്, 3 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൊസിഷൻ പറയാനായിട്ട് പറ്റുള്ളൂ. സോ 3D സ്പേസിലാണ് നടക്കുന്നത്. എക്സാമ്പിൾ ബട്ടർഫ്ലൈ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസെക്റ്റ് ഫ്ലൈ ചെയ്യുന്നത്, അത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പോകാം. പിന്നെ നമ്മുടെ വാട്ടർ മോളിക്യൂൾസിൻ്റെ മോഷൻ, ഗ്യാസസിൻ്റെ മോഷൻ, പിന്നെ എയറോപ്ലെയിൻ്റെ മോഷൻ, ഇതെല്ലാം 3 ഡയമെൻഷണൽ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ മോഷനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു മേജർ ടേമാണ് പോയിൻ്റ് ഒബ്ജക്റ്റ്. എന്താണ് പോയിൻ്റ് ഒബ്ജക്റ്റ്? പോയിൻ്റ് ഒബ്ജക്റ്റ് അതായത് ഒബ്ജക്റ്റ് ആണ്, പക്ഷെ അതൊരു പോയിൻറ്റിൻ്റെ അത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മൾ അത് ട്രാവൽ ചെയ്ത സൈസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു റോക്കറ്റ് നമുക്ക് വേണമെങ്കിൽ തിങ്ക് ചെയ്യാം. ഓക്കെ, അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോഴത്തേനും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ പോയിൻ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. സോ ആ സമയത്ത് നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻസിനെ കളയും, അതായത് ഒബ്ജക്റ്റ് വളരെ ചെറുതാണ്. സോ ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻസിനെ നമുക്ക് എന്ത് ചെയ്ത് കളയാൻ പറ്റും, നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത ഒരു ട്രെയിൻ, അത് 100 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. സോ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്തല്ല, അവിടെ സിഗ്നിഫിക്കൻ്റ് അല്ല. സോ അതിനെ നമുക്കൊരു പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. എർത്തിനെ നമുക്കൊരു പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, കാരണം സണ്ണിന് ചുറ്റും അത് കറങ്ങുകയാണ്. സോ നമ്മൾ എർത്തിൻ്റെ മോഷൻ പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എർത്തിനെ ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ കൺസെപ്റ്റ് ഓഫ് പോയിൻ്റ് ഒബ്ജക്റ്റ് ഇതാണ് പറഞ്ഞത്. അതായത് ഇത് മൈൽസ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ഈ കാറിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ നമ്മളതിനെ പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഇതാണ് പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും, പോയിൻ്റ് മാസ് എന്ന് പറയും, ജസ്റ്റ് പാർട്ടിക്കിൾ എന്നും നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. മോസ്റ്റ്ലി പാർട്ടിക്കിൾ എന്നായിരിക്കാം നമ്മളതിനെ പറയുന്നത് ത്രൂ ഔട്ട്. ഓക്കെ, നൗ എക്സാമ്പിൾ ബോഡി ആസ് എ പോയിൻ്റ് ഒബ്ജക്റ്റ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ നോക്കാം. ഇതിൽ ഏതൊക്കെ കേസസിലാണ് നമുക്ക് ആ ബോഡി അല്ലെങ്കിൽ ആ ഒരു ബോഡി പോയിൻ്റ് ഒബ്ജക്റ്റ് ആണെന്ന് പറയാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കൂ, റെയിൽവേ കാരേജ് മൂവിങ് സ്മൂത്ത്ലി ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ്. അതായത് ഒരു റെയിൽവേ കാരേജ് ഉണ്ട്, 2 സ്റ്റേഷൻസിൻ്റെ ഇടയിൽ മൂവ് ചെയ്യുന്ന ഒരു റെയിൽവേ കാരേജ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എന്താണ്, മങ്കി സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് എ മാൻ സൈക്ലിംഗ് ഓൺ എ സർക്കുലർ ട്രാക്ക്. സർക്കുലർ ട്രാക്കിൻ്റെ ചുറ്റും സൈക്ലിംഗ് ചെയ്യുന്ന ഒരാളുടെ പുറത്തിരിക്കുന്ന മങ്കി. ആൻഡ് സ്പിന്നിങ് ക്രിക്കറ്റ് ബോൾ
ടേണിങ് ഷാർപ്ലി ആഫ്റ്റർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം ടേൺ ചെയ്തു പോകുന്ന നമ്മുടെ ക്രിക്കറ്റ് ബോൾ. ഓക്കെ, ഇതിലേതാണ് പോയിന്റ് ഒബ്ജക്റ്റ്? ഓക്കെ, ഒരു പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? അതിൻ്റെ സൈസ് ഡിസ്റ്റൻസ് ട്രാവലിനെക്കാട്ടിലും കുറവായിരിക്കണം. സോ റെയിൽവേ കാരേജിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു കാരേജിനെക്കാട്ടിലും വളരെ കൂടുതലാണ്. ഓക്കെ, സോ നമുക്ക് അതിനെ എന്തായിട്ട് എടുക്കാം? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്താണ് ഫസ്റ്റത്തെ എക്സാമ്പിൾ പറഞ്ഞത്? ഒരു റെയിൽവേ കാരേജ് 2 സ്റ്റേഷൻസിൻ്റെ ഇടയിൽ ട്രാവൽ ചെയ്യുന്നു. സോ ആ 2 സ്റ്റേഷൻസിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുമ്പോഴത്തേനും അത് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ കാരേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ അതൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, മങ്കി ഓൺ എ സൈക്ലിസ്റ്റ്. അതായത് ഒരു സൈക്ലിസ്റ്റ് ഒരു സർക്കുലർ ട്രാക്കിൽ കൂടി പോകുന്നു, അതായത് സർക്കുലർ ട്രാക്കിൽ അയാൾ ട്രാവൽ ചെയ്യുന്നു, മങ്കി അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. സോ സൈക്ലിസ്റ്റ് ഓൾറെഡി ലാർജ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ അയാൾ വെച്ച് നോക്കുമ്പോഴത്തേനും മങ്കി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. കാരണം അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ മങ്കി എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻസിന് അവിടെ എന്തില്ല? സിഗ്നിഫിക്കൻസ് ഇല്ല. സ്പിന്നിങ് ക്രിക്കറ്റ് ബോൾ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് ബോൾ സ്പിൻ ചെയ്ത് എറിഞ്ഞ ഒരു ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ചെയ്തതിന് ശേഷം ഗ്രൗണ്ടിൽ പോയി വീണിട്ട് അത് കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. പക്ഷെ അത് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമാണ് മൂവ് ചെയ്തത്. സോ ബോളിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് വളരെ കൂടുതലല്ല. സോ അതിന് നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ താങ്ക് യു.